നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1992 സ്റ്റീഫൻ ബോയ്ഡും ജോൺ ഗ്രിംബാർഡും തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ സ്റ്റീഫൻ വൈറ്റ് സൈഡും ജോൺ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, നൈറ്റ് C3, നൈറ്റ് F6. ഇത് 4 നൈറ്റ്സ് ഗെയിമാണ്. വൈറ്റ് ബിഷപ്പിനെ B5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് സ്പാനിഷ് വേരിയേഷനിലേക്ക് മാറുന്നു. ബ്ലാക്കും ബിഷപ്പിനെ B4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം രണ്ടുപേരും കിങ്സ് എല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് കളിക്കുന്നത്. അടുത്തായി വൈറ്റ് D3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ബിഷപ്പിനെ G5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇതുവരെ രണ്ടുപേരും ഏകദേശം ഒരേ മൂവുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് മുതൽ ഒരു മാറ്റം വരികയാണ്. ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം ബ്ലാക്ക് ക്വീനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവരുന്നു. അടുത്തതായി ബ്ലാക്ക് നൈറ്റിനെ D8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം വൈറ്റിൻ്റെ ഈ രണ്ട് ബിഷപ്പുകളെയും ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം H6 മൂവ് ചെയ്തുകൊണ്ട് G5ലെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ C1ലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്തായി ബ്ലാക്ക് A6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ അടുത്ത ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ D3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ രണ്ട് ബിഷപ്പുകളെയും ബ്ലാക്ക് തിരിച്ചയച്ചിരിക്കുകയാണ്. ഇനി ബ്ലാക്ക് ഇവിടെ ഒരു പിൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ G4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. വൈറ്റും വേഗം തന്നെ ഈ H3 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ നൈറ്റും ബിഷപ്പും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പിൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ബിഷപ്പിനെ H5ലേക്ക് മൂവ് ചെയ്യുകയാണ് മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഇത് രണ്ടും ചെയ്യുന്നില്ല. പകരം ഈ ബിഷപ്പിനെ തിരിച്ചുകൊണ്ടുപോയാണ് ബിഷപ്പിനെ D7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി ഈ ബിഷപ്പ് B5ലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആദ്യം A4 മൂവ് ചെയ്തുകൊണ്ട് ആ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ബ്ലാക്ക് A5 മൂവ് ചെയ്യുന്നു. അടുത്തായി വൈറ്റ് നൈറ്റ് വെച്ച് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ആദ്യം നൈറ്റിനെ H4ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റ് വെച്ചുള്ള അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ്. നൈറ്റിനെ F5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്കുമാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഈ രണ്ട് സ്ക്വയറുകൾ വൈറ്റിൻ്റെ കൺട്രോളിലായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ഇപ്പോൾ F4ലെ പോണിന് ഈ ബിഷപ്പിൻ്റെ സപ്പോർട്ട് അത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ക്വീനെ D7ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ F5ലെ പോണിനെതിരെ ക്വീൻ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്ത മൂവിൽ റൂക്കിനെ കൂടെ E5ലേക്ക് കൊണ്ടുവന്ന് E4 സ്കോർ കൺട്രോൾ ചെയ്ത ശേഷം പോൺ വെച്ച് ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുകയും ബിഷപ്പ് അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ F5ലെ പോണിനെ ഇട്ടെടുക്കുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് വൈറ്റ് ആദ്യം തന്നെ ആ പോണിനൊരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് G4 മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്ക് പ്ലാനിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് മറ്റൊരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ വെച്ച് പോണിനൊട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ D4ലെ പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റ് വെച്ച് ആ പോണിനെ കൂടെ ഇട്ടെടുക്കുന്നു. ഇതോടെ ബ്ലാക്കിന് ഒരു പോൺ ലാഭം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ബ്ലാക്കിൻ്റെ നൈറ്റിന് ഇപ്പോൾ യാതൊരു സപ്പോർട്ടും ഇല്ല. അതുകൊണ്ട് വൈറ്റ് വേഗം തന്നെ ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കുകയാണ്. ബിഷപ്പിനെ B2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ രണ്ട് നൈറ്റുകളും ഒരേ ഡയഗണലായത് കാരണം ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ അവിടെ നിന്ന് മാറ്റുന്നില്ല. പകരം C5 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇതോടെ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാൻ വൈറ്റിന് അവസരം കിട്ടിയിരിക്കുകയാണ്. ബിഷപ്പിനെ B5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം D4ലെ പോണിനെതിരെ ഡിസ്കവേർഡ് അറ്റാക്കും കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ക്വീനെ C7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ C2ലെ പോണിനെ ടാർഗറ്റ് ചെയ്യുന്നു. വൈറ്റ് എന്തായാലും നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കുകയാണ്. ക്വീൻ ഉപയോഗിച്ച് D4ലെ പോണിനെ എടുക്കുന്നു. ഇപ്പോൾ വേണമെങ്കിൽ ബ്ലാക്കിന് C2ലെ പോണിനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ D6ലുള്ള പോണിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വൈറ്റിനും ക്വീൻ ഉപയോഗിച്ച് ആ പോണിനെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ C2ലെ പോണിനെ എടുക്കുന്നില്ല. ആദ്യം D6ലെ പോണിനെ ഈ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ഇപ്പോൾ ആ പോണിന് നൈറ്റിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുമുണ്ട്. അതുപോലെ ഇവിടെ ഈ ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ആയിട്ടുമുണ്ട്. വൈറ്റിൻ്റെ C2ലെ പോൺ ഇപ്പോഴും അറ്റാക്കിലാണ്. വൈറ്റ് റൂക്കിനെ E2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട്
ആ പോണിനെ ഒരു സപ്പോർട്ട് എടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ D8ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് രണ്ട് റൂക്കുകളെയും ഒരേ ഫയലിലേക്ക് എത്തിക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് റൂക്കിനെ D6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ E7ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഉണ്ടായിരുന്ന റൂക്ക് ഇങ്ങോട്ടേക്ക് മാറിയതോടെ C2ലെ പോണിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബ്ലാക്ക് ക്വീൻ ഉപയോഗിച്ച് ആ പോണിനെ എടുക്കുന്നു. വൈറ്റ് റൂക്ക് ഉപയോഗിച്ച് B7ലെ പോണിനെ എടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീനിന് രണ്ടാം നിരയിലേക്ക് ഒരു കൺട്രോൾ ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് നൈറ്റിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. നൈറ്റിനെ F4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടെന്ന് കരുതി വൈറ്റിന് റൂക്കും നൈറ്റും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിനെ ക്വീൻ ഉപയോഗിച്ച് തന്നെ തിരിച്ചു വിട്ടാം. ആ എക്സ്ചേഞ്ചിൽ ബ്ലാക്കിനായിരിക്കും ലാഭം കിട്ടുന്നത്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ കിട്ടുന്നില്ല. പകരം റൂക്കിനെ E2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ആ റൂക്കിന് ഇപ്പോൾ ബിഷപ്പിൻ്റെ സപ്പോർട്ടുണ്ട്. ബ്ലാക്ക് ഇവിടെ ആദ്യം തന്നെ ക്വീനെ തിരിച്ചു കൊണ്ടുപോകുന്നില്ല. ആദ്യം ക്വീനെ C1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ F2ലേക്ക് മൂവ് ചെയ്ത ശേഷം ക്വീനെ C8ലേക്ക് തിരിച്ചു കൊണ്ടുപോയി വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ റൂക്കിനെ ഈ ഏഴാം നിരയിൽ നിന്നും ഒഴിവാക്കാൻ തയ്യാറല്ല. റൂക്കിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ക്വീനെ D8ലേക്ക് കൊണ്ടുവന്ന് ആ റൂക്കിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ A7ലേക്ക് കൊണ്ടുവന്ന് ആ റൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീനും റൂക്കും ഈ ഏഴാം നിരയിലേക്ക് വന്നെങ്കിലും ഇവിടെ ബ്ലാക്കിൻ്റെ ഡിഫൻസ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു അറ്റാക്കിനുള്ള സാധ്യതയില്ല. എന്നാൽ ബ്ലാക്കിനിവിടെ ഒരു പാസ്ഡ് പോൺ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ D4 മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ നൈറ്റിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് ആദ്യം നൈറ്റിനെ F6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്ക് നൈറ്റിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയതുകൊണ്ട് തന്നെ വൈറ്റിൻ്റെ റൂക്കുകൾ തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ട്. വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ ഈ ഏഴാം നിരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം E7ലെ റൂക്കിനെ C7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E7 സ്ക്വയർ ഫ്രീ ആക്കുന്നു. ഇവിടെ രണ്ടുപേരും വ്യക്തമായ പ്ലാനോട് കൂടിയാണ് കളിക്കുന്നത്. വൈറ്റിൻ്റെ ഉദ്ദേശം അടുത്ത റൂക്കിനെ കൂടെ E7ലേക്ക് കൊണ്ടുവന്ന ശേഷം ഈ ഏഴാം നിരയിൽ സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് ചെയ്യുകയും വിജയിക്കുകയാണ്. എന്നാൽ ഇവിടെ ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് ഈ പാസ്ഡ് പോണിനെ എത്രയും വേഗം പ്രൊമോട്ട് ചെയ്യാനാണ്. ആരുടെ പ്ലാനാണ് വിജയിക്കുന്നതെന്ന് നോക്കാം. ഇനി ബ്ലാക്കിൻ്റെ മൂവാണ്. ബ്ലാക്ക് പ്ലാൻ ചെയ്ത പോലെ തന്നെ ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് D4 മൂവ് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഈ പോണിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ബ്ലാക്കിൻ്റെ പോൺ ഇങ്ങനെ പ്രൊമോട്ട് ആവുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഒരു ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് വൈറ്റ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പോണിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അടുത്ത റൂക്കിനെ കൂടെ ഏഴാം നിരയിലേക്ക് കൊണ്ടുപോവുകയാണ്. റൂക്കിനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് F7ലേക്കുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുന്നു. എന്നാൽ ബ്ലാക്കും ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. D3 മൂവ് ചെയ്യുന്നു. എന്തായാലും ബ്ലാക്കിന് ഇനി ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ രണ്ട് മൂവുകൾ കൂടെ വേണ്ടി വരും. എന്നാൽ വൈറ്റിൻ്റെ പീസുകളെല്ലാം ഇവിടെ അറ്റാക്കിന് റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് അറ്റാക്ക് ആരംഭിക്കുകയാണ്. ആദ്യം റൂക്ക് ഉപയോഗിച്ച് F7ലെ പോണിനെ എടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്ക് ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ റൂക്ക് ഉപയോഗിച്ച് G7ലെ പോണിട്ട് ചെക്ക് വരികയും അതിനുശേഷം ഇവിടെ വളരെ വേഗത്തിൽ ഒരു ചെക്ക്മേറ്റ് സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ പോണിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. പകരം ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ കിട്ടുന്നു. വൈറ്റ് റൂക്ക് ഉപയോഗിച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിനുണ്ടായിരുന്ന ഒരു റൂക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി ഈ G7ലെ പോണിട്ട് ചെക്ക് വന്നാലും വളരെ വേഗത്തിൽ ഒരു ചെക്ക്മേറ്റിനുള്ള സാധ്യതയില്ല. കാരണം നൈറ്റിന് അങ്ങോട്ടേക്ക് കൺട്രോളുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ G7ലെ പോണിട്ട് എടുത്തുകൊണ്ടുള്ള ചെക്ക് ഒഴിവാക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കുകയാണ്. അതിനായിട്ട് D2 മൂവ് ചെയ്യുന്നു. വൈറ്റ് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ്. റൂക്ക് ഉപയോഗിച്ച് G7ലെ പോണിട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിലും H8ലേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ. അല്ലാതെ F8ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ബ്ലാക്ക് കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നൈറ്റ് ഉപയോഗിച്ച് H7 സ്ക്വയറിലേക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ട് ഇനി അടുത്തൊരു ചെക്കിന് അവസരമില്ല. എന്നാൽ അടുത്ത മൂവിൽ ബ്ലാക്കിന് ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇനി ഇവിടെ ഒരു അറ്റാക്കിന് ശ്രമിക്കുന്നില്ല. ആദ്യം ഈ പോണിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ E2ലേക്ക് കൊണ്ടുവന്ന് D1 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പോൾ എന്തായാലും ഇവിടെ പെട്ടെന്നൊരു ചെക്ക്മേറ്റിന് സാധ്യതയില്ല. എന്നാൽ ബ്ലാക്കിന് ഇവിടെ ഒരു ബിഷപ്പിനെ നേടിയെടുക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആ പോൺ പ്രൊമോഷനിലേക്ക് തന്നെ പോവുകയാണ്. D1 മൂവ് ചെയ്തുകൊണ്ട് പോണിനെ ക്വീനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ഇതോടെ വൈറ്റ് ഈ ബിഷപ്പും ക്വീനുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ ഫോഴ്സ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്.
അല്ലാതെ വൈറ്റ് ഇവിടെ എന്ത് തന്നെ മൂവ് ചെയ്താലും ബ്ലാക്കിന് വേഗത്തിൽ വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ബിഷപ്പ് വെച്ച് ക്യൂവിനോട്ട് വന്നു, ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചോട്ട് വന്നു. അടുത്തായിട്ട് വൈറ്റ് വളരെ സ്ട്രോങ് ആയിട്ടൊരു മൂവാണ് ചെയ്യുന്നത്. റൂക്കിനെ G6 മൂവ് ചെയ്യുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. കാരണം ഇവിടെ ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. പോരാത്തതിന് ഇപ്പോൾ H6 പോണവരെ അറ്റാക്കും ഉണ്ട്. ഈ ഒരു മൂവിലെ ചെക്ക്മേറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി ക്വീനെ ഇങ്ങോട്ടേക്കെങ്കിലും മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ A5 പോണിന് ക്വീന് വെച്ചുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയും ആ പോൺ നഷ്ടപ്പെടുകയും ചെയ്യും. അല്ലാതെ റൂക്കിനെ D7 കൊണ്ടുവന്ന് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം റൂക്ക് വെച്ച് H6 പോണിട്ടുണ്ട് ചെക്ക് വരും. അതിനുശേഷം ക്വീനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റുകയും ചെയ്യാം. എങ്ങനെ നോക്കിയാലും ബ്ലാക്കിന് ഇതിൽ ഒരു പോൺ കൂടെ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി. അങ്ങനെ ഇവിടെ ഒരു പോൺ കൂടെ നഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എൻഡ് ഗെയിമിൽ വൈറ്റ് ആയിരിക്കും ഈ ഗെയിം വിജയിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അടുത്ത ഒരു മൂവിലെ ചെക്ക്മേറ്റ് ആണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്ക് ഈ പ്രശ്നം എങ്ങനെയാകും പരിഹരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചതെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ ആദ്യത്തെ മൂവ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. ആദ്യം ക്വീനെ D5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഈ ചെക്ക് വളരെ സ്ട്രോങ് ആണ്. വൈറ്റ് ഇപ്പോൾ ഈ പോൺ വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്വീൻ D2 ഒന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് വരും. അല്ലാതെ കിങ് H2 മൂവ് ചെയ്താലും ക്വീൻ H1 ഒന്ന് വീണ്ടും സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്ക് വരും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഏറ്റവും നല്ല മൂവ് കിങ്ങിനെ G3 മൂവ് ചെയ്യാണ്. വൈറ്റ് കിങ്ങിനെ അങ്ങോട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. കിങ്ങിനെ G3 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് റൂക്കിനെ D3 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ H4 മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ കിങ് സേഫ് ആയിട്ടുണ്ട്. എന്നാൽ ബ്ലാക്കിൻ്റെ കിങ് സേഫ് അല്ല. ഇപ്പോഴും ഇവിടെ ഒരു മൂവിൽ ചെക്ക്മെന്റുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ നൈറ്റ് ഇപ്പോൾ അറ്റാക്കിലുമാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ക്വീനെ D7 മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിനെ ക്വീനെ B8 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലാതെ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിലും ആദ്യം ക്വീനെ C7 കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അറ്റാക്കിന് ശ്രമിക്കുക. ആ രണ്ട് വേരിയേഷനിലും വൈറ്റിന് തന്നെയാണ് വിജയസാധ്യത. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നു എന്നുള്ള പരാതി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ വേരിയേഷനൊന്നും കൂടുതലായിട്ട് പറയാത്തത്. ഇങ്ങനെ ഏത് വേരിയേഷൻ നോക്കിയാലും ഇവിടെ വൈറ്റ് വിജയിക്കും എന്ന അവസ്ഥയിലാണ്. എന്നാൽ വളരെ മികച്ചൊരു മൂവിലൂടെ ബ്ലാക്ക് ഈ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്നുകൂടെ പൗസ് ചെയ്ത ശേഷം ഈ പൊസിഷനിൽ ബ്ലാക്ക് എങ്ങനെയാകും ഈ പ്രശ്നം പരിഹരിച്ചതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലാക്ക് ഇവിടെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഒരു മൂവിലെ ചെക്ക്മേറ്റ് ആണ്. രണ്ടാമത്തെ പ്രശ്നം ഈ നൈറ്റിനെതിരെയും ഈ പോണിനെതിരെയുള്ള അറ്റാക്കാണ്. മൂന്നാമത്തെ പ്രശ്നം A5 പോണിലുള്ള അറ്റാക്കാണ്. ആ പോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വൈറ്റിൻ്റെ A4 പോൺ ഒരു പാസ്ഡ് പോണായിട്ട് മാറും. അതും വളരെ അപകടമാണ്. അതുകൊണ്ട് ഗെയിമിങ്ങിനെ തുടർന്ന് പോയാൽ ഈ ഗെയിം തീർച്ചയായിട്ടും വൈറ്റ് ആയിരിക്കും വിജയിക്കുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചേഞ്ച് ചെയ്യുകയാണ്. റൂക്ക് ഉപയോഗിച്ച് H3 പോണിട്ട് എടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ പോണുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റിനിവിടെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. കിങ് ഉപയോഗിച്ച് റൂക്കിനിട്ട് എടുക്കുന്നു. വീണ്ടും ബ്ലാക്ക് മികച്ചൊരു മൂവാണ് ചെയ്യുന്നത്. ക്വീനെ H1 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെയും വൈറ്റിന് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. കിങ്ങിനെ G3 മൂവ് ചെയ്യേണ്ടി വരുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീൻ H1 വന്നതോടെ H6 പോണിന് ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇവിടെ ഒരു മൂവിലുള്ള ചെക്ക്മേറ്റ് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റും A4 പോണും ഇപ്പോഴും അറ്റാക്കിലാണ്. ബ്ലാക്ക് ഇവിടെ വീണ്ടും മികച്ചൊരു മൂവാണ് ചെയ്യുന്നത്. നൈറ്റിനെ H5 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ നൈറ്റിന് F4 കൺട്രോൾ ഉള്ളതുകൊണ്ട് കിങ്ങിന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഈ ഡയഗണലിലേക്ക് ക്വീനിന് കൺട്രോൾ ഉണ്ട്. H5 മുഴുവൻ ക്വീനിൻ്റെ കൺട്രോളാണ്. അതുകൊണ്ട് തന്നെ ആ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. പോൺ ഉപയോഗിച്ച് നൈറ്റിനിട്ട് എടുക്കേണ്ടി വരുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ H6 പോണും ബ്ലോക്ക് ആയിരിക്കുകയാണ്. അടുത്തായിട്ട് ബ്ലാക്ക് ക്വീനെ F3 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. അതൊരു ക്വീൻ സാക്രിഫൈസ് ആണ്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ H2 മൂവ് ചെയ്യുന്നു.
ഈ സമയത്ത് ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യാണ്. ക്വീനിനെ G2ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് എങ്ങോട്ടേക്കും മൂവ് ചെയ്യാൻ പറ്റില്ല. വൈറ്റ് വീണ്ടും ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ രണ്ട് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാം. ഒന്നുകിൽ റൂക്ക് ഉപയോഗിച്ച് ഒട്ടിയെടുക്കാം, അല്ലെങ്കിൽ കിങ് ഉപയോഗിച്ച് ഒട്ടിയെടുക്കാം. എങ്ങനെ തന്നെ ഒട്ടിയെടുത്താലും ബ്ലാക്കിൻ്റെ രണ്ട് പോണുകളും ബ്ലോക്കാണ്. ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്പേസും ഇല്ല. നിലവിൽ കിങ്ങിനെതിരെ ചെക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഗെയിം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. ഇതുപോലെയുള്ള സമനിലകളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് മുകളിലുള്ള ഐ ബട്ടണിലോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലോ ക്ലിക്ക് ചെയ്താൽ കാണാൻ കഴിയും. ഈ ഒരു മൂവിലെ ചെക്ക്മെൻറ്റിൽ നിന്നും ഒഴിവാകുന്നതിന് വേണ്ടി ബ്ലാക്ക് ചെയ്ത സാക്രിഫൈസുകളായിരുന്നു ഈ ഗെയിമിൻ്റെ ഹൈലൈറ്റ്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.